ഹലോ മക്കളെ, ഈ ചിത്രത്തിൽ നിങ്ങളെ നോക്കി ആരാ ചിരിക്കുന്നത്? ആ, എല്ലാവർക്കും അറിയാലേ, നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാം. നിങ്ങൾ എപ്പോഴെങ്കിലും APJയുടെ ഫുൾ ഫോം ആലോചിച്ചിട്ടുണ്ടോ? അവുൾ പക്കീർ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാം എന്നാണ് അദ്ദേഹത്തിൻ്റെ ശരിയായ പേര്. അദ്ദേഹം തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് 1931 ഒക്ടോബർ 15 ജനിച്ചത്. വളരെ മിടുക്കനായിട്ടുള്ളൊരു വിദ്യാർത്ഥിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ജനിച്ച ആ ഡേറ്റ് ഒക്ടോബർ 15 നമ്മുടെ ഐക്യരാഷ്ട്ര സഭ എന്തായിട്ട് അംഗീകരിക്കുന്നു? ലോക വിദ്യാർത്ഥി ദിനമായിട്ട് ഒക്ടോബർ 15 ലോകമെങ്ങും ആഘോഷിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായിരുന്നു. 2002 മുതൽ 2007 വരെയാണ് അദ്ദേഹം ഇന്ത്യ ഭരിച്ചിരുന്നത്. അദ്ദേഹം എന്തു പേരിലാണ് അറിയപ്പെട്ടത്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ അല്ലേ? അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു. രാഷ്ട്രപതിയായിരിക്കുന്ന സമയത്തെ അദ്ദേഹം കേവലം എത്ര രൂപയാണ് ശമ്പളമായി സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? 1 രൂപയാണ്. ബാക്കിയുള്ള പൈസ മുഴുവൻ എന്ത് ചെയ്തു? സാധാരണക്കാർക്കായിട്ട് നീക്കിവെക്കുകയാണ് ചെയ്തത്. എത്രയോ വലിയ മനസ്സിനുടമയാണല്ലേ അദ്ദേഹം. ഓക്കെ, ഇദ്ദേഹം പറഞ്ഞൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അദ്ദേഹം പറഞ്ഞൊരു ഫേമസ് ആയിട്ടുള്ള കോട്ട് സ്വപ്നത്തെക്കുറിച്ച്. എന്താണ് സ്വപ്നം? ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നമ്മളുടെ ഉറക്കം കെടുത്തുന്നതായിരിക്കണം സ്വപ്നം. യഥാർത്ഥത്തിൽ അതാണ് സ്വപ്നം അല്ലേ? എന്താ അങ്ങനെ പറഞ്ഞത്? അതാലോചിച്ചിട്ടുണ്ടോ? ഇവിടെ സ്വപ്നം എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഉറക്കം വരെ ഉപേക്ഷിച്ച് പ്രയത്നിക്കണം. അതാണ് പറഞ്ഞത്, നമ്മുടെ ഉറക്കം കെടുത്തുന്നതായിരിക്കണം സ്വപ്നം എന്ന്. കേട്ടോ? അപ്പം അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ? സ്വപ്നം എന്ന് പറയുന്നത് ഉറക്കത്തിൽ കാണുന്നതല്ല. യഥാർത്ഥത്തിൽ സ്വപ്നം എന്താണ്? നമ്മുടെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തുന്നതാണ് സ്വപ്നം. ഉറക്കം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പ്രയത്നിക്കണം. എന്നാലാണ് നമ്മൾ ആ സ്വപ്നത്തിലേക്ക് എത്തുള്ളൂ, സ്വപ്നമാകുന്ന ലക്ഷ്യത്തിലേക്ക് എത്തുള്ളൂ. ഇനി ഇദ്ദേഹം പറഞ്ഞൊരു കഥ ടീച്ചർ പറയാം. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയായിട്ടുള്ള അഗ്നിച്ചിറകുകളിൽ അദ്ദേഹം കുറിച്ച വാക്കുകളാണ്. ഞാൻ രാമേശ്വരം എലിമെൻ്ററി സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം ഒരു പുതിയ അധ്യാപകൻ ക്ലാസ്സിൽ വന്നു. ഒരു മുസ്ലിം ആണെന്ന് തിരിച്ചറിയും വിധം തൊപ്പി ധരിച്ചിരുന്ന ഞാൻ മുൻനിരയിൽ പൂണൂലിട്ട രാമനാഥ ശാസ്ത്രിയുടെ തൊട്ടടുത്താണ് പതിവായിരുന്നിരുന്നത്. അപ്പോൾ അബ്ദുൽ കലാമിൻ്റെ കൂട്ടുകാരൻ ആരായിരുന്നു? പൂണൂലിട്ട രാമനാഥ ശാസ്ത്രിയായിരുന്നു, ബ്രാഹ്മണനായിരുന്നു. ഹൈന്ദവ പുരോഹിതന്റെ പുത്രൻ മുസ്ലിം ബാലനോടൊപ്പം ഇരിക്കുന്നത് ഉൾക്കൊള്ളാൻ ആ അധ്യാപകന് കഴിഞ്ഞില്ല. താൻ മനസ്സിലാക്കിയിരുന്ന സാമൂഹിക ക്രമം അനുസരിച്ച് എന്നോട് എഴുന്നേറ്റ് പോയി പിൻനിരയിലിരിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. എനിക്ക് വലിയ ദുഃഖം തോന്നി. രാമനാഥ ശാസ്ത്രിയും സങ്കടപ്പെട്ടു. അബ്ദുൽ കലാമിൻ്റെ കൂട്ടുകാരന് ഭയങ്കര വിഷമമായി സ്ഥലം മാറ്റിയിരുത്തിയപ്പോഴേ. പിൻനിരയിലെ ഇരിപ്പിടത്തിലേക്ക് ഞാൻ മാറിയപ്പോൾ വിതുമ്പിക്കരയുന്ന അദ്ദേഹത്തിൻ്റെ മുഖം എൻ്റെ മനസ്സിൽ മായാത്ത മുദ്രയായി. എന്താ അല്ലേ, കഷ്ടായിപ്പോയി. സ്കൂൾ വിട്ട് വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങൾ ഇരുവരും മാതാപിതാക്കളോട് ഈ സംഭവത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ലക്ഷ്മണ ശാസ്ത്രി, അതായത് കൂട്ടുകാരൻ്റെ അച്ഛൻ, ആ പണ്ഡിതനായിട്ടുള്ള ലക്ഷ്മണ ശാസ്ത്രി അധ്യാപകനെ വിളിപ്പിച്ചു. എന്നിട്ട് ഞങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെ നിഷ്കളങ്കരായ കുട്ടികളുടെ മനസ്സിൽ സാമൂഹികമായ അസമത്വത്തിൻ്റെയും അസഹിഷ്ണുതയുടെയും വിഷം പരത്തരുതെന്ന് പറയുകയുണ്ടായി. ഒരധ്യാപകനോട് തെറ്റുതിരുത്തി കൊടുക്കുകയുണ്ടായി. അധ്യാപകൻ ചെയ്തത് ശരിയായിരുന്നോ? അല്ല അല്ലേ? അയാൾ ജാതിയുടെ പേരിൽ കുട്ടികളെ കണ്ടിട്ട് എന്ത് ചെയ്തു? സ്ഥലം മാറ്റിയിരുത്തി. തൻ്റെ തെറ്റായ പ്രവൃത്തിയിൽ ആ അധ്യാപകൻ ഖേദിച്ചെന്ന് മാത്രമല്ല, ലക്ഷ്മണശാസ്ത്രി നൽകിയ ശക്തമായ സന്ദേശത്തിൻ്റെ ചൈതന്യം വഴി ആത്യന്തികമായി പരിവർത്തനപ്പെടുകയുണ്ടായി. പിന്നീട് അധ്യാപകൻ നല്ല രീതിയിൽ കുട്ടികളോട് പെരുമാറാൻ ശ്രമിച്ചു. ജാതിയുടെ പേരിൽ കുട്ടികളെ കാണാതെ എന്ത് ചെയ്ത് എല്ലാവരും സമന്മാരാണെന്നല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിലും എന്തുണ്ടായി? ജാതീയമായ അസമത്വം നിലനിന്നിരുന്നു എന്നാണ് അദ്ദേഹം
ചിറകുകൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ കണ്ടത്, എഴുതിയത്.